സ്വഭാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, പിന്നെ ശിവരാത്രി കൂടെയാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാവിൽ പോകാൻ പറ്റിയില്ല. അച്ഛനും മോനും കൂടി കാവിൽ പോയിട്ടുണ്ട്. സോ ഇപ്പം എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കുട്ടി വിഷമം എനിക്കുണ്ട്. വിഷമിച്ചിട്ട് എന്താ ചെയ്യാനാ? എനിക്ക് ഈ പ്രത്യേക ദിവസങ്ങളിലൊന്നും എനിക്ക് കോവിലിൽ പോകാൻ പറ്റാറില്ല. അതുപോലെ പീരീഡ്സ് ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പം എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഞാൻ 7 ദിവസം കഴിഞ്ഞ് ഞാൻ പോകാറുള്ളൂ. അത് ഓരോരുത്തരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഡിപ്പെൻഡ്സ്. അപ്പോൾ അവർ പോയി. അപ്പം എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൂടെ കൊണ്ടാണ് അവർ പോയത്. അല്ലാണ്ട് ഞാനിങ്ങനെ ഇരിക്കെ അവർ പോകുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാമോ? ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ പഠിച്ചു വന്നൊരു വിശ്വാസം അനുസരിച്ച് നമ്മൾ 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കവിൽ പോകാറുള്ളൂ. ഞാൻ വീട്ടിൽ പോലും വിളക്ക് വയ്ക്കുന്നത് 7 ദിവസം കഴിഞ്ഞിട്ട്, മീൻസ് 8ാമത്തെ ദിവസം വയ്ക്കാറുള്ളൂ. വീടൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട്. സോ അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ശിവരാത്രിയുടെ എല്ലാ ക്ഷേത്രത്തിലും ശിവരാത്രിയുടെ ഭയങ്കര സ്പെഷ്യൽ പൂജകൾ അതും ഇതൊക്കെ ഉണ്ടാവും. പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാത്തതിന് ഇപ്പം എന്താ ചെയ്യുക? വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല സമയത്ത് എനിക്ക് പൊങ്കാല ഇടാനായിട്ട് പറ്റും. അപ്പോഴെനിക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ സമാധാനപ്പെടുന്നു. പിന്നെ അപ്പോൾ നമുക്കിനി ഇപ്പം മണി 9 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയമാണ് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറി. കുറേ നാളായി പുട്ടുണ്ടാക്കിയിട്ട് ഇവിടെ കഴിക്കാം. പുട്ടും കടലയല്ല, ഗ്രീൻ പീസ് കറി. ഇവിടെ പുട്ട് ഏട്ടന് ഇഷ്ടമല്ല, വാസുവിന് ഇഷ്ടമല്ല. പിന്നെ വല്ലപ്പോഴൊക്കെ പുട്ടൊക്കെ കഴിക്കണം എല്ലാവരും. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് വിചാരിച്ച് ഇത്തിരി പുട്ടുണ്ടാക്കാമെന്ന്. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ട്, ഗ്രീൻ പീസ് കറി. നമുക്കിപ്പം ഉണ്ടാക്കി തുടങ്ങാം. മിക്കവാറും ദിവസങ്ങളിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ എല്ലാം കുക്കറിലിട്ട് വേവിക്കും, എന്നിട്ട് പൊടിയെല്ലാം പിന്നീട് ചേർത്ത് താളിച്ചൊഴിക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. വർഷങ്ങളായി പുട്ടുണ്ടാക്കിയിട്ട്, അതുകൊണ്ട് ഇതിൻ്റെ പ്രൊസീജിയറൊന്നും അറിയില്ല. അത് വായിച്ചു നോക്കാം. ആണ്ടിലൊരിക്കലാണ് ഇവിടെ പുട്ടുണ്ടാക്കുന്നത്, അതുകൊണ്ട് ടച്ച് പോയി. സോ അത് വായിച്ച് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പച്ചവെള്ളമാണോ ചൂടുവെള്ളമാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ടാണ് കേട്ടോ പുട്ട് പൊടി നനച്ചത്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരവിയെടുത്തു. പിന്നെ ഇവിടെ എനിക്ക് മാത്രം തേങ്ങ മതി. വസുവിന് പുട്ടേ ഇഷ്ടമല്ല, ഏട്ടന് വലിയ താല്പര്യമില്ല. പിന്നെ അതിനകത്തേക്ക് തേങ്ങ ഏട്ടന് ഒട്ടുമേ ഇടണ്ട എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് മാത്രം തേങ്ങയിട്ട്, പിന്നെ വസുവിനും ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഏട്ടന് തേങ്ങയില്ലാത്ത പുട്ട്, ഞങ്ങൾക്ക് തേങ്ങയുള്ള പുട്ട്. അങ്ങനെ 2 ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഒന്ന് ചിരട്ടപ്പുട്ടും ഒന്ന് മറ്റേ പുട്ടുകുറ്റി അങ്ങതിലുമാണ് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. കറി നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം 2 വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ പുട്ടുണ്ടായിക്കൊണ്ടിരുന്നപ്പോഴേക്കും ക്ഷേത്രത്തിൽ പോയ 2 പേര് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് സാധനങ്ങളോടെ ഉച്ചത്തേക്ക് വേണമെന്ന്. അപ്പം ഫോൺ സ്വിച്ച് ഓഫായി, പേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് 2 പേരും കൂടെ തീ വന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സെറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവരെ ബീഫ് വാങ്ങാനാണ് കേട്ടോ ഇവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇവരെ ബീഫ് കൊണ്ടുവരുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള സവാളയെല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. മീൻസ് തൊലി കളഞ്ഞെടുക്കുകയാണ്. പിന്നെ പുട്ടിന് മാവ് കുഴച്ചപ്പോൾ കുറച്ച് അധികം ആയിപ്പോയി. പിന്നെ അതിനെടുത്ത് ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ആവശ്യത്തിനുള്ള മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പിന്നീട് വൈകിട്ടത്തേക്ക് എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ കഴിക്കില്ല. അപ്പോൾ അപ്പോഴപ്പോഴേ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനടുത്ത് അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെയാണ് ഓർത്തത് നാളത്തേക്കുള്ള ദോശയ്ക്കൊന്നും അരച്ചിട്ടില്ല. അപ്പോൾ വസുവിന് ക്രിസ്പി ദോശയാണ് ഇപ്പം കുറച്ചെങ്കിലും കഴിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അരിയും ഉഴുന്നും കൂടെ ഞാൻ കഴുകിയെടുത്തു അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോഴിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും അവനെ അരച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ സാധനങ്ങൾ മേടിച്ചിട്ട് അച്ഛനും മോനും ഇവിടെ വന്നിട്ടുണ്ട്. വസു ഗേറ്റ് തുറന്നുതരാനൊക്കെ ഭയങ്കര മിടുക്കനാണ് കേട്ടോ. സ്കൂൾ വിട്ട് കൊണ്ടുവരുമ്പോഴും അവനാണ് എനിക്ക് ഗേറ്റൊക്കെ തുറന്നു തരാം. ചില സമയത്ത് നല്ല മൂഡാണെങ്കിൽ എല്ലാം ചെയ്യും. മൂഡ് അത്ര ശരിയല്ലെങ്കിൽ ഒന്നും ചെയ്തു തരില്ല എന്ന് അങ്ങ് വെട്ടി തുറന്നങ്ങ് ഭയങ്കര ഓപ്പൺ മൈൻഡാണ് കേട്ടോ കുട്ടിക്ക്. പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല ചെയ്യാനെന്ന് പറഞ്ഞേക്കും. അങ്ങനെ ഇവർ കൊണ്ടുവന്ന സാധനങ്ങൾ വാട്ടർമെലൺ, പിന്നെ ഇവിടെ പോലെ ഞങ്ങൾക്ക് ഈ കളിപ്പാട്ടം മസ്റ്റാണല്ലോ. അതിനകത്തൊരു കളിപ്പാട്ടം കിടപ്പുണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ മരച്ചീനി, ബീഫ് മേടിച്ചതിനെ കൊണ്ട് മരച്ചീനിയും കൂടെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പം കപ്പ ബിരിയാണിയാണ് ഇന്നത്തെ ലക്ഷ്യം. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. പുട്ട് നല്ലതാണ്. പുട്ട് കഴിച്ചാൽ ഭയങ്കര എനർജി കിട്ടും.
സത്യമായിട്ടും അല്ലേ അച്ഛാ? പറ അച്ഛാ. പുട്ട് കഴിച്ചാലേ ഭയങ്കര എനർജിയാ, ഹൽക്കിനെ പോലെ ആവും. ഹൽക്കിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് അറിയോ? പുട്ടും. തന്നെടാ, ഹൽക്കിനെ മടിയിരുത്തിട്ടാണ് പുട്ട് കൊടുക്കുന്നത്. ഹൽക്കിനെ മടിയിരുത്തി പുട്ട്. 1.5 യുദ്ധത്തിന് ശേഷമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പ് കഴിഞ്ഞത്. അപ്പോഴേക്കും ഉണ്ട് അപ്പുറത്തെ ആൻറ്റി ആട്ടും കുട്ടികളെയും കൊണ്ട് കെട്ടുന്നത് കേട്ടോ. അപ്പോൾ വസുവിന് ഭയങ്കര ഇഷ്ടമാണ്. വസു ഇവിടെ കിടന്ന് ആട്ടുമ്പാന്ന് കിടന്ന് അല്ലറി വിളിച്ച് കരയുകയാണ്. അതിനെക്കാട്ടിലും സൗണ്ടിലാണ് വസുവിൻ്റെ വിളി. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ സവാള ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞിട്ട്, അല്ലാണ്ട് മറ്റേതിലിട്ട് നമ്മൾ കണ്ണും നീറി അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയിപ്പം ഇതാകുമ്പോൾ സുഖമായിട്ട് നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ബീഫ് കറി ഭയങ്കര സിമ്പിളാണ്. ബീഫും ഈ സവാള, തക്കാളി, പൊടികളെല്ലാം ചേർത്ത് എണ്ണയൊഴിച്ച് നല്ല തിരുമ്മി വെക്കും. എന്തൊക്കെ നമ്മൾ ബീഫിൽ ചേർക്കോ ഇതെല്ലാം എണ്ണയൊഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് നല്ല തിരുമ്മി വെച്ചിട്ട് അങ്ങനെ ആവശ്യത്തിനുള്ള വിസിലിട്ട് വേവിച്ചെടുക്കും. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോഴേക്കും ഞാൻ കൊണ്ടുവന്ന മരശ്ശേരി ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. മരശ്ശേരി കുഞ്ഞു മരശ്ശേരിയായിരുന്നു കേട്ടോ. അപ്പോഴേ അച്ഛൻ ഇവിടെ എന്തൊക്കെയോ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കപ്പ ബിരിയാണി അതിനെ കൊണ്ട് ബാക്കി കുറച്ച് ചോറ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെടുത്ത് തിളപ്പിച്ച് ഊറ്റാനും വെച്ചു. അപ്പോഴാണ് ഇവർക്കും വാട്ടർമെലൺ ജ്യൂസ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ വാട്ടർമെലൺ ജ്യൂസും കൂടി ഉണ്ടാക്കി. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കപ്പ ബിരിയാണിയിലേക്ക് കിടന്നു. നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഫ് കറിയുടെ അത് സെറ്റായിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നല്ല വേവിച്ച് വെച്ച കപ്പയും തൈരും മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. കുറച്ച് മറ്റേ വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കപ്പയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്തത്. അപ്പോൾ നല്ല അതിൻ്റെ വെള്ളമൊക്കെ ഇതിനകത്തൊക്കെ മരച്ചീനിയിലൊക്കെ പിടിക്കും. അതിനുശേഷം കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കപ്പ ബിരിയാണിയിൽ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ പണിയെല്ലാം തീർത്ത് പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ എൻ്റെ അടുക്കള പണി ഓൾമോസ്റ്റ് കഴിയും. പിന്നെ കുറച്ച് തൂത്തുവാര അല്ലറ ചില്ലറ പണികളേ ഉള്ളൂ. അപ്പം ഈ പാത്രം കഴുകലാണ് മെയിൻ. ഇതുകൂടെ തീർത്താൽ പിന്നെ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങനെ പാത്രം കഴുകിയിട്ട് വന്ന് വീടൊക്കെ അടിച്ചു വരാണ് കേട്ടോ. ബാക്കിൽ ഊഞ്ഞാലിലിരിക്കുന്നത് ബാംബൂ കർട്ടൻ്റെ നൂല് കുരുങ്ങി. അപ്പോൾ അവിടെ ഇരുന്ന് സമാധാനത്തെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വെച്ച് അഴിച്ചു കഴിഞ്ഞാൽ അത് അഴിയില്ല. വസു എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് അതങ്ങ് ഭയങ്കരമായിട്ട് കെട്ട് വീണുപോയി. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തു വെച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചോറ്, ബീഫ് കറി, പിന്നെ കപ്പ ബിരിയാണി, സാലഡ്, അച്ചാറ് നല്ല കുശാലായിട്ട് കഴിക്കാം. ഇപ്പോൾ വസു കപ്പ ബിരിയാണിയായിട്ട് കഴിക്കില്ലാരാണ് വസു കുറച്ച് ചോറ് ആക്കിയത്. ഇത് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ട് നല്ലെണ്ണയിലിട്ട മാങ്ങ അച്ചാർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റമാണ് മാങ്ങ അച്ചാർ, അതായത് അമ്മ ഉണ്ടാക്കിയത് അച്ചാർ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ കുളിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്ന ഒരു സുഖമാണ്. പിന്നീട് വേറെ പണിയൊന്നും പോണ്ടല്ലോ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 4 മണിയായപ്പോഴേക്കും നമ്മൾ കുറച്ച് പുറം പണിക്ക് ഇറങ്ങിയിട്ടോ. നമ്മുടെ ടെറസിൽ എന്നും നമുക്ക് ഇന്ന് തൂത്താൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നിറയാറുണ്ട്. ഇതുപോലെ റബ്ബറിൻ്റെ ഇലയും പൂവൊക്കെ വീഴുകയാണ് കേട്ടോ. അങ്ങനെ അതിനെല്ലാം വാരിപ്പെറുക്കി അതിനകത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് മറ്റേ പച്ചക്കറി വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബുധന വാങ്ങാൻ പോയപ്പോൾ ആ ഒരു കടയിൽ കുറേ പച്ചക്കറി വിത്തുണ്ടായിരുന്നു. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വസു ഇവിടെ നിന്ന് കരയുന്നത് വസുവിനെ നിറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇതെല്ലാം നിറച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ നമുക്ക് വെച്ച് ഒരു പരിചയവുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മണ്ണും മേടിച്ചു. പിന്നെ ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ ഓരോന്നായിട്ട് നട്ട് പിടിപ്പിക്കുകയല്ല, നട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ച തക്കാളിയും മറ്റേ മുളകും കൊത്തമരയും. അമരിക്ക ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അമരിക്ക തോരൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഏട്ടൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് മേടിച്ചത്. ഇനി വെണ്ടയുണ്ട്, വെണ്ട ഇനി പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 സംഗതി നമ്മൾ നിറച്ചു വെച്ചു, മീൻസ് മണ്ണ് നിറച്ചു വെച്ചു. ഇനിയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. ഗാർഡനിങ് ചെയ്യുകയാണോ വസു?
മറ്റേ ഒടങ്കല്ലി മുളകിൻ്റെ കുറച്ച് വിത്തുകൾ ഞാനൊരു ചെടിച്ചട്ടിയിൽ കൊണ്ടിട്ട് അത് നല്ല മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ ഞാൻ പറിച്ചെടുത്ത് ഇതിനകത്തേക്ക് കുറേശ്ശായിട്ട് നട്ടു കൊടുത്തു കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഇരുന്ന് വസു കൊണ്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്തൊക്കെ കുട്ടികളെ കൂടി നമുക്ക് ഉൾപ്പെടുത്തിയാൽ അവർക്കൊരു എൻ്റർടൈനിങ് ആയിരിക്കും, നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് ചെയ്യാനും പറ്റും. ഇല്ലെങ്കിൽ അവിടെ മൊത്ത ബഹളം ഉണ്ടാക്കും. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചത് ഇവനെ എല്ലാത്തിലും ഉൾപ്പെടുത്തുക. അപ്പോൾ അവൻ മിണ്ടാണ്ട് നമ്മൾ പറയുന്നതൊക്കെ കേട്ടിരിക്കുക എന്നാണ് കേട്ടോ. എല്ലാ കുട്ടികളും അങ്ങനെ ആണെന്നില്ല, ഓരോ കുട്ടികളും ഓരോ നേച്ചറല്ലേ. അങ്ങനെ നമ്മൾ നല്ല അന്തസ്സായിട്ട് നമ്മുടെ ചെടികളല്ല പച്ചക്കറി വിത്തൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ അവിടെയൊക്കെ നമ്മൾ തൂത്തുവാരി. ഇതൊക്കെയായിട്ട് ഇനി നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇട്ട് താഴെ പോയി. പിന്നെ ഇനി ബാക്കി താഴെ തൂത്തുവാരാനുണ്ട്. അത് ഏട്ടൻ ഏറ്റെടുത്ത്. കാരണം വസുവിന് കുറേ ഹോംവർക്ക് ഉണ്ട്. അങ്ങനെ അടിയിടി ബഹളത്തിന് ശേഷം ഞങ്ങൾ ഹോംവർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചായ കുടി പരിപാടിയാണ് കേട്ടോ. ചായയും മിക്സറും. അങ്ങനെ 3 ആൾക്കും ഇഷ്ടമാണ് മിക്സർ. അങ്ങനെ മിക്സറും ചായയും കൂടെ എല്ലാവരും കൂടി ഇരുന്ന് നല്ല സുന്ദരമായിട്ടിരുന്ന് കഴിച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് പുറത്തേക്ക് പോയിട്ടോ. അപ്പം വീട്ടിൽ ഇത്രയും ജോലി ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു റിലീഫാണ് അല്ലേ. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരു ഉറപ്പുമില്ലാത്തൊരു ജീവിതമാണ് നമ്മുടേതല്ലേ. നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പം മാക്സിമം ഇങ്ങനെയൊക്കെ ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, പുറത്തേക്ക് പോവുക. മീൻസ് ഇങ്ങനെ ദൂരത്തടിച്ച് നടക്കണം, പൈസ ചിലവാക്കണം, അങ്ങനെയൊന്നുമല്ല. പൈസ ചിലവാക്കാണ്ട് നമുക്ക് പുറത്ത് പോകാമല്ലോ, ഇതുപോലെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം 3 ആളും കൂടെ പുറത്തൊക്കെ പോയി കറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഇങ്ങനെ എപ്പോഴും അടുക്കളയിലും ഒക്കെ നിൽക്കുന്നവർക്ക് ഒരു റിലീഫാണ് ഇങ്ങനെ വല്ലപ്പോഴും നമ്മളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക, നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. ജോലി അല്ലാണ്ട് നമുക്കൊരു ജീവിതം വേണമല്ലോ, ഒരു സന്തോഷത്തിനുള്ള ഒരു വക. നല്ല കാലം വന്നിട്ട് ജീവിക്കാന്ന് വെക്കുന്നതിലും നല്ലത് ഉള്ള കാലം നന്നായിട്ട് ജീവിക്കുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പോളിസി കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ടീം ലൈഫ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് വസുവിന് സ്കൂളിലേക്ക് ഒരു വീഡിയോ എടുക്കണമായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. നമ്മുടെ ഉച്ചയ്ക്കുള്ള അത് തന്നെ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാനത് ഉണ്ടാക്കാൻ നിന്നില്ല. ഉച്ചയ്ക്കുള്ള സെയിം കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ രാത്രി ഭക്ഷണത്തിനൊക്കെ ശേഷം ഞാൻ രാവിലെ കുതിർത്ത് വെച്ചിരുന്ന അരി മുഴുവനൊക്കെ അരയ്ക്കുകയാണേ. അപ്പം ഞാൻ ഈ മിക്സി അരയ്ക്കണ കേട്ടിട്ട് ബസ് അവിടെ വാട്ടർമെലൺ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വാട്ടർമെലൺ ജ്യൂസ് വേണമെന്ന്. അപ്പം ഞാനിത് കേട്ടിട്ട് എനിക്ക് പറ്റില്ല, ഞാൻ അടുക്കള പൂട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡേയിൽ നടക്കുക, ഒരു സൺഡേ. ചില ദിവസങ്ങളാണ് ഇത്രയും പണികളൊക്കെ ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതൊക്കെ. ചില ദിവസങ്ങളിൽ മടി പിടിച്ചങ്ങനെ ഇരിക്കും. എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാ വ്ളോഗ്സ്.